രാവിലെ തന്നെ ഇങ്ങനെ നടക്കാൻ നല്ല രസം ഉണ്ട്. പ്രകൃതിയുമായി അടുത്തുനിൽക്കാനും സാഹസികത ആസ്വദിക്കാനും താൽപ്പര്യമുള്ളവർക്ക് അനുയോജ്യമായ ഒന്നാണ് ട്രെക്കിംഗ്. കുന്നുകളും മലകളും കാടുകളും താണ്ടിയുള്ള ഈ യാത്ര മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്നു. വനത്തിനുള്ളിലൂടെയുള്ള യാത്രകളിൽ വഴിതെറ്റാതിരിക്കാനും വന്യമൃഗങ്ങളിൽ നിന്ന് സുരക്ഷിതരാകാനും പരിചയസമ്പന്നനായ ഒരു ഗൈഡിന്റെ സഹായം തേടുന്നത് നല്ലതാണ്. പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യം നേരിട്ടനുഭവിച്ചറിയാൻ സാധിക്കുന്ന സാഹസിക വിനോദമാണ് ട്രെക്കിംഗ്. മലനിരകളിലൂടെയും കാടുകളിലൂടെയും പാറക്കെട്ടുകളിലൂടെയും നടത്തുന്ന ഈ യാത്ര ശാരീരികവും മാനസികവുമായ ഉന്മേഷം നൽകുന്നു. ആവശ്യമായ വസ്തുക്കൾ: ട്രെക്കിംഗ് ഷൂസ്, വെള്ളം, ടോർച്ച്, ഹൈക്കിംഗ് സ്റ്റിക്ക്, പ്രഥമ ശുശ്രൂഷ കിറ്റ്, ലഘുഭക്ഷണങ്ങൾ എന്നിവ കരുതുക. ശ്രദ്ധിക്കുക: അനുഭവസമ്പന്നരായ ട്രെക്കർമാർക്ക് എളുപ്പമാണെങ്കിലും ശാരീരികക്ഷമത അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് പടവുകൾ വഴുക്കലുള്ളതാകാം. തിരക്കേറിയ നഗരജീവിതത്തിൽ നിന്ന് മാറി പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേട്ട് ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാം. എന്നാലും ഒട്ടും മടുക്കത്തെ ഉള്ള യാത്ര ഇത് കട്ടിൽ കൂടി പ്രകൃതിയുടെ മനോഹര കാഴ്ച കണ്ടുകൊണ്ടു നടക്കാൻ നല്ല രസമുണ്ട്. ദുർഘടമായ പാതകളിലൂടെയുള്ള യാത്ര സാഹസികതയും ഒപ്പം പുതിയ അനുഭവങ്ങളും സമ്മാനിക്കുന്നു. പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ പച്ചപ്പിനെ തൊട്ടറിഞ്ഞ് പക്ഷികളുടെ ശബ്ദം കേട്ട് നടത്തുന്ന യാത്രയാണ് ട്രെക്കിംഗ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്നും മാറി മലനിരകൾ കയറുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവൃതി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇളം കാറ്റും അരുവികളുടെ സംഗീതവും കാട്ടുപാതകളും ട്രെക്കിങ്ങിനെ അവിസ്മരണീയമാക്കുന്നു. എന്നാൽ കാടിനെ സംരക്ഷിച്ചുകൊണ്ടാവണം നമ്മുടെ യാത്രകൾ. പ്രകൃതിയെ മാനിച്ചും വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാതെയും നടത്തുന്ന ട്രെക്കിംഗ് മനസ്സിന് വലിയൊരു ഉന്മേഷം നൽകുന്നു. പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതോടൊപ്പം ആ സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ജീവിത രീതിയും അവിടുത്തെ സംസ്കാരവുമൊക്കെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടത്തെ ഗ്രാമീണർ നല്ല ആതിഥ്യമര്യാദ പുലർത്തുന്നവരാണ്. ടൂറിസം തന്നെയാണ് ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗവും. ട്രെക്കിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കാലാവസ്ഥാ പ്രവചനങ്ങൾ നിർബന്ധമായി പരിശോധിക്കേണ്ടതാണ്. കനത്ത മഴ, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുള്ള ദിവസങ്ങളിൽ ട്രെക്കിങ്ങിന് പോകുന്നത് ഒഴിവാക്കുക. സുരക്ഷാ ഉപകരണങ്ങൾ: ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ടോർച്ച്, പവർ ബാങ്ക്, വിസിലിൻ, GPS ട്രാക്കർ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ കയ്യിൽ ഉണ്ടാകണം. മനസ്സിന് കുളിരേകുന്ന യാത്രക്കൊപ്പം ഇത്തിരി സാഹസികതയും കൂടി ആയാലോ. കാടും കാട്ടാറും ആസ്വദിച്ച് നടക്കുന്ന സാഹസിക യാത്ര. ഓരോ ട്രെക്കിങ്ങും മനസ്സിന് മാത്രമല്ല നമ്മുടെ ആരോഗ്യ ശുദ്ധവായു ലഭിക്കുന്നു. ചെരിവുള്ള ഭാഗത്തേക്ക് താഴ്ചയ്ക്കെതിരായി ശരീരഭാരം നൽകി സഞ്ചരിക്കുക. 30 മിനിറ്റ് കയറുമ്പോഴും 2 മിനിറ്റ് താഴേക്കും പരിസരത്തേക്കും നോക്കി കയറിക്കഴിഞ്ഞ ഉയരം മനസ്സിലുറപ്പിക്കുക. ഇടയ്ക്ക് വിശ്രമിക്കുക. അപ്പോൾ ദീർഘനിശ്വാസം ചെയ്തു മാത്രം കിതപ്പുമാറുന്നതുവരെ വെള്ളം കുടിക്കാതിരിക്കുക. പക്ഷേ ട്രെക്കിംഗ് കാണുന്നതുപോലെ അത്ര എളുപ്പമല്ലെന്നതാണ് യാഥാർത്ഥ്യം. ശാരീരികക്ഷമതയ്ക്കൊപ്പം ശരിയായ ആസൂത്രണവും അവബോധവും ഇതിന് ആവശ്യമാണ്. നിങ്ങൾ ആദ്യമായാണ് ട്രെക്കിങ്ങിന് തയ്യാറെടുക്കുന്നതെങ്കിൽ പ്രധാനമായും ചെയ്യേണ്ടത് പോകുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നതാണ്. ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ലളിതമായ ഒരു മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്.
നിങ്ങൾ പോകാൻ തയ്യാറെടുക്കുന്ന ട്രെക്കിംഗ് സ്പോട്ടിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ആദ്യം തന്നെ ശേഖരിക്കുക. റൂട്ട്, ഭൂപ്രദേശം, കാലാവസ്ഥ, പ്രാദേശിക സംസ്കാരം, എമർജൻസി കോണ്ടാക്റ്റുകൾ, ലഭ്യമായ സൗകര്യങ്ങൾ എന്നിവ മനസ്സിലാക്കിയിരിക്കണം. ട്രെക്കിങ്ങിനിടെയുള്ള ഏത് അപ്രതീക്ഷിത സാഹചര്യത്തെയും നേരിടാൻ ഇത് നിങ്ങളെ സഹായിക്കും.